അവിടെ കേബിൾ കട്ടിങ് ആണല്ലോ. വാ, കേബിൾ ഡയമണ്ട് കേബിൾ കട്ടിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാ അവിടെയാണ് അതിൻ്റെ മെഷീൻ വെച്ചത്. അവിടെ നിന്ന് ഇങ്ങനെ എത്ര ഒരു 10-25 മീറ്ററുള്ള ഡയമണ്ട് കുറേ അപ്പുറത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പീസ് അങ്ങോട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ബിസ്ക്കറ്റ് പോലെ അതിൻ്റെ മുകളിൽ നിന്ന് അടർത്തി ഇങ്ങോട്ട് എടുക്കുന്നു. എന്താണല്ലോ പരിപാടി? ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കോരപ്പുഴ ഭാഗത്തായിട്ടുള്ളത്. കോരപ്പുഴ പാലത്തിൻ്റെ വർക്ക് വെറൈറ്റി വർക്കാണ്. കോരപ്പുഴ, നമ്മുടെ പുറക്കാട്ടിരി, അതുപോലെ അറപ്പുഴ പാലത്തിൻ്റെ 3 പാലത്തിൻ്റെ വർക്കും വെറൈറ്റി വർക്കാണ് അപ്പോൾ നടക്കുന്നത്. ബോക്സ് ഗേഡറുകൾ പൂനെയിൽ നിന്നും കൊണ്ടുവന്ന 14 ടൺ വെയിറ്റുള്ള ഓരോ ഗേഡറുകൾ അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് 4 എണ്ണം അത് നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ എടുത്തു വെക്കുന്ന വെറൈറ്റി. കേരളത്തിൽ ഇപ്പം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 14 ടൺ വെയിറ്റ് വരുന്നുണ്ട് ഒരു പീസ് ഗേഡർ. ഇതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് കേട്ടോ. 2 കൂടി ജോയിൻറ്റ് ചെയ്ത് 4 ജോയിൻറ്റ് ചെയ്താലാണ് ഒരു ഗേഡർ ആവുക. പ്രീ ഡ്രസ്സിങ് ടെക്നോളജി. ആ ഹോൾസ് കണ്ടില്ലേ, അതിലൂടെ കേബിളുകൾ വലിച്ച് ടൈറ്റാക്കി ഈ ഗേഡറുകളെ ഒരുമിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗാഡിയുണ്ട്. അത് അതിലേക്ക് അടുപ്പിച്ച് വെക്കുമ്പോൾ അത് അടുത്ത് നിൽക്കും. പക്ഷേ അതൊന്നുമല്ല, ഇതിൻ്റെ വെയിറ്റ് ഇതിനെ താങ്ങി നിർത്തുന്ന ടെക്നോളജി മറ്റേതാണ്. നമ്മുടെ കേബിൾ കൊണ്ട് ടൈറ്റാക്കുന്ന പരിപാടി. 4 ഹോൾസ് ഉണ്ട്. 80ഓളം കേബിൾ ഉണ്ടാവും. ഒരു ഹോൾസിൽ തന്നെ 20 കേബിൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. എന്താ ഈറ്റ സാധാരണ കേബിള്. ഇത് നമ്മുടെ ലിഫ്റ്റിംഗ് കേബിളാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവരിത് ടൈറ്റാക്കി വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന സ്ലാബ് അതുകൂടി വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സ്ട്രോങ് ആയി. ഇത് ശരിക്കും കോൺക്രീറ്റ് തന്നെയാണോ, ഒറിജിനൽ സിമൻറ്റ് കൊണ്ട് തന്നെ ആണോ, വേറെ എന്തെങ്കിലും കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടാണോ നിർമ്മിക്കുന്നത്? എന്തായാലും സാധാ സിമൻറ്റിൽ നിന്നും ചെറിയ എന്തോ ഒരു മാറ്റം ഉണ്ട്. എന്തോ കൂട്ടുകളെത്തായാലും ഇതിലുണ്ട്. നല്ലൊരു സെറ്റിംഗ് പവറുള്ളൊരു സാധനമാണിത്. പുറം ഭാഗത്ത് ആ ഫുള്ള് കോട്ടിങ് നമ്മളെ ഈ വണ്ടിക്കൊക്കെ അടിക്കുന്ന ഇറ്റാലി പെയിൻ്റാന്ന് തോന്നുന്നില്ല. നല്ല ഗ്ലേസിങ് ഉള്ള സാധനം ഇതിൻ്റെ മുകളിൽ അടിക്കുന്ന പെയിൻറ്റ്. പാലം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്തിട്ടുള്ള പീസുകളൊക്കെ അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന കാഴ്ച കാണിച്ചു തരട്ടോ. അവിടെ ഇങ്ങനെ കട്ടിങ് നടക്കുന്നുണ്ട്. ഫുള്ള് കൈവരികൾ കട്ട് ചെയ്ത് വെച്ചതൊക്കെ സൈഡാക്കിക്കൊണ്ടിരിക്കുന്നു. 500 മീറ്റർ നീളത്തിലുള്ള പാലാണ് ഇത്. അപ്പോൾ ഇവിടെ എത്ര സ്പാനാ പറഞ്ഞത്? 1 2 3 4 5 6 ഒരു 10-13 സ്പാൻ എന്തായാലും ഉണ്ട്. ഇവിടെ കുറച്ച് തോന ഗേഡറുകൾ ഇങ്ങോട്ട് വേണം. എന്തായാലും അടിപൊളി. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഫുട്പാത്തുകൾ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ NH66 വർക്കിൽ കേരളത്തിലുടനീളം ഉള്ള വർക്കിൽ കോഴിക്കോട് ബൈപ്പാസിൽ മാത്രമാണ് ഇങ്ങനെ 3 പാലങ്ങൾ, 2 പുതിയ പാലം, 1 പഴയ പാലം പിന്നെ 2 പുതിയ പാലം വർക്ക് നടക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ മാത്രമാണ്. അതിൽ ഒന്ന് കോരപ്പുഴ, പിന്നെ പുറക്കാട്ടിരി, ഒന്ന് അറപ്പുഴ, അങ്ങനെ 3 പാലത്തിൻ്റെ വർക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂനെയിൽ നിന്ന് ഒരുപാട് ഗേഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 500 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ലേ. കേരളത്തിലെ കോഴിക്കോടിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണിത്. ഇവിടെ കട്ടിങ്, അവിടെ കേബിൾ കട്ടിങ് ആണല്ലോ. വാ, ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ പാറൊക്കെ കട്ട് ചെയ്ത കേബിൾ, ഡയമണ്ട് കേബിൾ കട്ടിങ് ആട്ടോ അവിടെ നടക്കുന്നത്. നോക്കാം, കാണാത്തവർക്ക് ഉഷാറായിട്ട് കാണാലോ. അടാ കേബിൾ, ഡയമണ്ട് കേബിൾ കട്ടിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാ അവിടെയാണ് അതിൻ്റെ മെഷീൻ വെച്ചത്. അവിടെ നിന്ന് ഇങ്ങനെ എത്ര ഒരു 10-25 മീറ്ററുള്ള ഡയമണ്ട് കുറേ അപ്പുറത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഓരോ പീസ് കട്ട് ചെയ്യുക. അവിടെ എക്സ്ട്രാ അവരൊരു കട്ടിങ് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് കാണാം. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ തൂക്കിയെടുക്കുന്ന ആ ഒരു കാഴ്ച കൂടി കാണട്ടോ നമുക്ക്.
അത് ഏകദേശം കട്ട് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. दुर्गेश भाई हाईलाइट ब्रिज पार कट दुर्गेश भाई अभी इधर से आएगा. अभी तक इधर ही है, पूरा हाईवे का काम नहीं कर रहा. ओके ओके. हाईलाइट का और बिल्डिंग का उधर कटिंग खत्म और है उधर और है ब्रिज है ना वो नदी का. യെസ്, അതങ്ങനെ ആ പീസ് അങ്ങോട്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ. ആ കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ബിസ്ക്കറ്റ് പോലെ അതിൻ്റെ മുകളിൽ നിന്ന് അടർത്തി ഇങ്ങോട്ട് എടുക്കുന്നു. എന്താല്ല പരിപാടി? അടിപൊളി പരിപാടി കേട്ടോ. വാവ്. ഏതാവര് ഇവിടേക്ക് എടുത്ത് വെച്ച് സൈഡാക്കി വെക്കുക. ഓക്കെ, വന്തി. ഇനി ഇവിടേക്കും കട്ടിങ് നടക്കുന്നുണ്ട്. ഇവിടെ ബ്ലേഡ് കട്ടിങ് ആണോ അതുപോലെ കേബിൾ കട്ടിങ് ആണോ നോക്കാം നമുക്ക്. എന്തായാലും നമ്മുടെ ദുർഗേഷ് ഭായ് വന്ന സ്ഥിതിക്ക് ഫുള്ള് കേബിൾ കട്ടിങ് തന്നെ ആയിരിക്കും. കേബിൾ കട്ടിങ് ആണ് ഇവർക്ക് സംഭവം. സിമ്പിൾ. എന്താണ് കേബിളാണതാ, അതിനുപയോഗിക്കുന്ന കേബിളാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതാണ് ആ കേബിള്. ഇതൊക്കെ ഓരോ ഭാഗം ജോയിൻറ്റ് ചെയ്യട്ടോ. അഥവാ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ അതിൻ്റെ മുകളിൽ ജോയിൻറ്റ് ചെയ്യുക. അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. ജോയിൻറ്റ് ചെയ്യുന്ന അവരുടെ ചെറിയൊരു ഉപകരണം അത് അവിടെ ഉണ്ട്. ജോയിൻറ്റിങ് കട്ടിങ് കാ ജോയിൻറ്റിങ് കാ സാമാൻ ഇതാട്ടോ. ഇതാണ് ആ സാധനം. ഇത് അഥവാ പൊട്ടിപ്പോയാൽ ഇവിടെ വെച്ച് അതിൻ്റെ മുകളിൽ പീസ് ജോയിൻറ്റ് ചെയ്യുന്ന പരിപാടി. ഡയമണ്ട് കട്ടിങ്. ഈ വിലങ്ങ് കട്ട് ചെയ്യാനും അവർ ഇതന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് കൂടിയ മുകൾ ഭാഗത്തു കൂടിയ വയറിങ്ങനെ ഇടുന്നു. ഫുള്ളായിട്ട് ഇങ്ങനെ വരഞ്ഞിങ്ങോട്ട് എടുക്കുന്നു. എന്തല്ല പരിപാടി. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞോ? ആ തലക്കൽ കട്ടിങ് നടക്കുന്നുണ്ട്. എന്തായാലും ദുർഗേഷ് ഭായ് ഇഷ്ടംപോലെ മെഷീൻ ഇറക്കികളോ. രാജസ്ഥാനിലാട്ടോ മൂപ്പടെ സബ് എടുക്കുന്ന ജോലി. രാജസ്ഥാനിലുള്ള ആളാണ് മൂപ്പര്. പാറ രാജസ്ഥാൻ മാർബിൾ കട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഇവനാണ് നമ്മുടെ ഹൈലൈറ്റിൻ്റെ അവിടെയുള്ള പാറൊക്കെ കട്ട് ചെയ്തത്. അപ്പം ഇവൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കട്ടോ. ഈ പാറ കട്ട് ചെയ്യുന്ന ജോലികൾ, കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന ജോലികൾ, അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഹിന്ദി അറിയാവുന്നവർ ഹിന്ദിയിൽ അങ്ങോട്ട് പൂച്ചിക്കോളി. പൂച്ചോ. അവിടെ കട്ടിങ് നടക്കുന്നുണ്ടല്ലോ. ഇനി ഇത്രേ ഭാഗം ഇനി കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഭാഗങ്ങളൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഗേഡറുകൾ ഇങ്ങോട്ട് കൊണ്ടുവെക്കാണ്ട് 1 2 3 4 5 6 7 8 9 10 11 15ഓളം സ്പാനുകളുണ്ട്. 15 സ്പാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര? 3 15 60, 3 15 45. കേബിൾ പൊട്ടി.
മെല്ലെ മെല്ലെ ടൈറ്റാക്കുന്നത്. റിമോട്ട് മേലുള്ള വർക്കിങ്. भाई पानी उधर पकड़ो पानी. हाँ ओके ओके. യൂട്യൂബ് का എന്തായാലും ഐറ്റംസ് പരിപാടികളാണ് മക്കളെ, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ പാറ കട്ട് ചെയ്യുന്ന അതുപോലെ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന രാജസ്ഥാനിലുള്ള ദുർഗേഷ് ഭായ്. ओ आपका पूरा कटिंग पारा और कंक्रीट पूरा सब कॉन्ट्रैक्ट करेगा. केरला में पूरा एरिया में आपका काम करेगा. ऑल केरला ऑल साउथ केरला तमिलनाडु बेंगलोर कर्नाटका पूरा काम करेगा. उसका नंबर इस पे डालेगा. आपका नंबर बोलो. 10 मशीन है हमारे ऑल साउथ में. 10 मशीन. पूरा काम ज़्यादा आदमी काम है आपका पास. 50 लेबर है. 50 लेबर है. ओके ओके. श्रीनिवास एंटरप्राइजेस कंपनी नाम. ओके ओके. आपका मिलेगा का क्या नंबर में फोन नंबर कर. नंबर में आपका नंबर बोलो. 7665 065 052282 0522 7665 052282 82. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുർഗേഷ് ഭായ് വന്നിട്ട് നിങ്ങൾക്ക് ഫുള്ള് പണി തീർത്ത് തരും കേട്ടോ. കരാറും കാര്യമൊക്കെ പൈസക്ക് ആദ്മി പോലേക മൂപ്പര് പറഞ്ഞു തരും. എത്ര പൈസ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വിവരം മൂപ്പര് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങളെ പാറ കട്ട് ചെയ്യാനും അതുപോലെ കോൺക്രീറ്റ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചോളി. ഇതൊന്നൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അവരുടെ ഒരു സഹകരണം കൂടി വേണമല്ലോ. അവർ എന്തായാലും ആ ഡയമണ്ട് കേബിൾ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. തൊട്ടടുത്ത് നിൽക്കാനൊന്നും പറ്റില്ല. അത് ഏത് നിമിഷവും പൊട്ടും. 2 വട്ടം പൊട്ടിയിട്ടോ. അതിനൊരു ഭാഗം തെറിച്ചിട്ട് റോഡ് സൈഡിലേക്ക് അവർ ഷീറ്റ് വെച്ചിട്ട് മറിച്ചതാണ്. ഈ ഭാഗത്തു കൂടി വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ, തെറിച്ച് ആ ഷീറ്റിൻ്റെ മുകളിൽ പോയിട്ട് ഒരൊറ്റടി. കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ അപ്ഡേഷനുകൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ ഇനിയും കാണിക്കാനുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളൊന്ന് ചെയ്ത് വെച്ചോളിട്ടാ. ഓക്കെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.